Hi, everybody. Good morning. Welcome back to the online platform of fifth semester BA English Methodology of Literature. Guys, after a short break, we are in again in the online platform. Am I right? Good. Okay. Okay, friends, after finishing first, second, third modules, now we are in the last and final module, module 4, post-colonial. Once again, come on, post-colonial, post-colonial criticism. Okay, and today itself I would like to analyze the new topic post-colonial criticism. Let us proceed. Are you ready? Good. Guys, this type of criticism, that means post-colonial criticism, it was developed in the 1990s. 1990-കളിലാണ് ഈ ഒരു ടേം പോസ്റ്റ് കളോണിയൽ ക്രിറ്റിസിസം എന്ന ടേം ഡെവലപ്പ് ചെയ്തത്. യു ഗോട്ട് ഇറ്റ്? ഗുഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 90-കളിലാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന്. ഇനി ഇതിൻ്റെ ഒറിജിൻ എങ്ങനെ നോക്കാം നമുക്ക്. ഹൗ ഇസ് ഇറ്റ് വാസ് ഒറിജിൻ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം അത് രൂപപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചു കമാൺ. The origin of post-colonial criticism began with the publication of The Wretched of the Earth in 1961 by Frantz Fanon. This text expressed cultural resistance to France's African empire. What is? Okay, guys. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഈ പോസ്റ്റ് കൊളോണിയലിൻ്റെ ഒരു ഉത്ഭവം, ഒറിജിൻ എന്ന് പറയുന്നത് ദ റെച്ചഡ് ഓഫ് ദ എർത്ത്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം. പുസ്തകത്തിൻ്റെ പേര് കമോൺ വൺസ് അഗെയിൻ, ദ റെച്ചഡ് ഓഫ് ദ എർത്ത്സ്. ഈ ഒരു പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷനോട് കൂടി, അത് പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ഇന്ന് 1961 ആര്? ഫ്രാൻസ് ഫാനൻ. മനസ്സിലായല്ലോ. അപ്പോൾ 61 ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ദ റെച്ചഡ് ഓഫ് ദ എർത്ത്സ് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തതോടു കൂടിയാണ് എന്തിൻ്റെ ഉത്ഭവം? കമോൺ പറയൂ, കമോൺ. പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം. യു അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഇനി ഈ പുസ്തകം എന്താണ് ചർച്ച ചെയ്യുന്നത്? കമോൺ. ദിസ് ടെക്സ്റ്റ് എക്സ്പ്രസ്ഡ് കൾച്ചറൽ റെസിസ്റ്റൻസ്. അഥവാ ഈ പുസ്തകത്തിൽ മൊത്തം പറയുന്നത് സാംസ്കാരികപരമായ റെസിസ്റ്റൻസ്, ചെറുത്തുനിൽപ്പാണ്. ഒരു സംസ്കാരത്തെ നമുക്ക് എങ്ങനെ ചെറുത്ത് നിൽക്കാം? സാംസ്കാരികപരമായ കൾച്ചറൽ റെസിസ്റ്റൻസ് ആണ് ടു ഫ്രാൻസ് ആഫ്രിക്കൻ എംപയർ, ഫ്രാൻസിൻ്റെ ആഫ്രിക്കൻ സാമ്രാജ്യങ്ങളിൽ. അപ്പോൾ ആഫ്രിക്കൻ സാമ്രാജ്യങ്ങളിൽ ഫ്രാൻസ് ഫാനൻ്റെ സാംസ്കാരികപരമായ ചെറുത്തുനിൽപ്പാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ദ റെച്ചഡ് ഓഫ് ദ എർത്ത് എന്ന പുസ്തകത്തിൽ ഫ്രാൻസ് ഫാനൻ പറയുന്നത് 61. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തതോടുകൂടിയാണ് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം എന്താകുന്നത്? സ്റ്റാർട്ട് ആകുന്നത്, ഒറിജിൻ ആകുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ആരാണ് ഈ ഫ്രാൻസ് ഫാനൻ നോക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ആരാണ്? ഫ്രാൻസ് ഒമർ ഫാനൻ എന്നാണ് പേര്. ഒന്ന് വായിച്ചേ. ഫ്രാൻസ് ഒമർ ഫാനോൻ, ഓൾസോ നോൺ ആസ് ഇബ്രാഹിം ഫ്രാൻസ് ഫാനോൻ എന്നറിയപ്പെടും. വാസ് എ ഫ്രഞ്ച് വെസ്റ്റ് ഇന്ത്യൻ സൈക്യാട്രിസ്റ്റ് ആണ്. ആരാണ്? ഫ്രഞ്ച് വെസ്റ്റ് ഇന്ത്യൻ സൈക്യാട്രിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫർ from the French colony of Martinique. His works have become influential in the fields of post-colonial studies, critical theory and Marxism. അതിലൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് കേട്ടോ. ജനിക്കുന്നത് 20 ജൂലൈ 25 ഫോർട്ട് ഡി ഫ്രാൻസ് മാർട്ടിനിക്ക്, അവിടെയാണ് ജനിക്കുന്നത്, ഫ്രാൻസിൽ. മരിക്കുന്നത് 6 ഡിസംബർ 61 ബത്തേഴ്സ്, മാരിലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സ്പൗസ് ഉണ്ട്, ജോസി ഫാനോൻ ഏട്ടാ, 61. ഇൻഫ്ലുവൻസ്ഡ് ബൈ ജീൻ പോൾ സാർട്ടെ, ആമിക്കസ്, മാർമാക്സ്, ജോർജ് വില്യം ഫ്രഡറിക് ഹെഗൽ, മോർ, ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂവീസ് ഉണ്ട്. കൺസേണിങ് വയലൻസ്, ദ ഡിമാൻഡ് ഓഫ് ദ എർത്ത്സ്, ഓ ടൈഗർ,
ഈ ഗസലെ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മൂവീസുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസിദ്ധനായ ആളാണ് ആര്? ഫ്രാൻസ് ഫാനോൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇയാളുടെ പുസ്തകത്തോടു കൂടിയാണ് ഇതെന്ത് ചെയ്യുന്നത്, ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുന്ന ഒരു ടേം ഒറിജിൻ ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസം ഡെവലപ്പ് ആകുന്നത് 90s പറഞ്ഞല്ലോ. അതിലെ ദ ചീഫ് പ്രോപ്പണൻസ് ആൻഡ് ദെയർ വർക്ക്സ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രോപ്പണൻസ്, അതിൻ്റെ ആളുകൾ, ആൻഡ് ദെയർ വർക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റെയ്സം, എ കളക്ഷൻ ഓഫ് എസ്സേസ്. റെയ്സി എന്നുള്ളതൊരു പുസ്തകമാണ്, അതൊരു കളക്ഷൻ ഓഫ് എസ്സേയാണ്, എസ്സേയുടെ കളക്ഷനാണ്. മറ്റൊന്ന് റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ്, അതും എസ്സേകളാണ്. ഇത് രണ്ടും എഡിറ്റ് ചെയ്തിരിക്കുന്നത് ബൈ ഹെൻറി എൽ ഗേറ്റ്സ്. ആരാണ്? ഹെൻറി എൽ ഗേറ്റ്സ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇതാണ് ഒന്ന്. രണ്ട്, ഇൻ അതർ വേൾഡ്സ്. ഇതാണ് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസം മറ്റൊരു പുസ്തകം. ഇത് എഴുതിയിരിക്കുന്നത് ഗായത്രി സ്പിവാക്. വൺസ് അഗെയിൻ കമാൺ, ഗായത്രി സ്പിവാക്. ക്ലിയർ ആണല്ലോ? ഇനി പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസത്തിൽ മറ്റൊരു പുസ്തകം ദ എംപയർ റൈറ്റ്സ് ബാക്ക്. എഴുതിയിരിക്കുന്നത് ബിൽ ആഷ്ക്രാഫ്റ്റ്. ആരാണ്? വൺസ് അഗെയിൻ ബിൽ ആഷ്ക്രാഫ്റ്റ്. മറ്റൊന്ന് നേഷൻ ആൻഡ് നരേഷൻ. വൺസ് അഗെയിൻ കമാൺ, നേഷൻ ആൻഡ് നരേഷൻ, റിട്ടൺ ബൈ ഹോമി ഭാഭ. വൺസ് അഗെയിൻ കമാൺ, ഹോമി ഭാഭ. നെക്സ്റ്റ്, ഓറിയൻ്റലിസം എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് എഡ്വാർഡ് സെയ്ദ്. കമാൺ, ആരാണ്? എഡ്വാർഡ് സെയ്ദ്. ഓക്കെ. മറ്റൊരു പുസ്തകം കൾച്ചർ ആൻഡ് ഇംപീരിയലിസം. വൺസ് അഗെയിൻ കമാൺ, കൾച്ചർ ആൻഡ് ഇംപീരിയലിസം, റിട്ടൺ ബൈ അഗെയിൻ എഡ്വാർഡ് സെയ്ദ്. ആരാണ്? എഡ്വാർഡ് സെയ്ദ് എഴുതിയ പുസ്തകമാണ് ഇത് രണ്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് പോസ്റ്റ് കൊളോണിയലിലെ ചീഫ് പ്രോപ്പണൻസ്, പ്രധാനപ്പെട്ട എഴുത്തുകാരും ആൻഡ് ദെയർ വർക്ക്സും. ക്ലിയർ ആണല്ലോ? ഓക്കെ ഗായ്സ്, ഇനി ശ്രദ്ധിക്കുക, എന്താണ് ഇതിൽ ഡീൽ ചെയ്യുന്ന വിഷയം. ഈ പോസ്റ്റ് കൊളോണിയൽ ഒരു ടേമിൽ എന്തൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. എല്ലാവരും ഒന്ന് വായിച്ചേക്കുമാണ്. Post-colonial criticism deals mainly with the literatures of Africa, Asia and the Caribbean by analyzing the interactions between the culture, customs and history of indigenous peoples and of the colonial power that governs. അപ്പോൾ ഇതിൽ പിന്നെ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് വിത്ത് ദ ലിറ്ററേച്ചേഴ്സ് ഓഫ് ആഫ്രിക്ക, ആഫ്രിക്കൻ ലിറ്ററേച്ചറുകളാണ്. പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസത്തിൽ പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്, കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ആഫ്രിക്കൻ ലിറ്ററേച്ചറും ഏഷ്യൻ ലിറ്ററേച്ചറും പിന്നെ കരീബിയൻ ലിറ്ററേച്ചറും. ഓക്കെ, കരീബിയൻ ലിറ്ററേച്ചർ വെസ്റ്റ് ഇൻഡീസിൽ നിന്നാണ് കരീബിയൻ. എങ്ങനെ? ബൈ അനലൈസിങ് ദ ഇൻട്രാക്ഷനുകൾ അനലൈസ് ചെയ്തുകൊണ്ട് ബിറ്റ്വീൻ ദ കൾച്ചർ. അപ്പോൾ സംസ്കാരത്തിൻ്റെയും കസ്റ്റംസ്, ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഇടയിലുള്ള ഇൻട്രാക്ഷനുകളെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസം. പിന്നെ ആരുടെ? ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇൻഡിജിനസ് പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയരായ, സ്വദേശികളായ ആളുകൾ അപ്പോൾ സ്വദേശികളായ ആളുകളുടെ ചരിത്രങ്ങളെയുമാണ് ഇതിൽ അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് ദ കൊളോണിയൽ പവർ. പിന്നെയോ പിന്നെ കൊളോണിയൽ പവർ അല്ലേ. അപ്പോൾ പാവപ്പെട്ട രാഷ്ട്രങ്ങളെ കോളനിവൽക്കരിച്ചുകൊണ്ട് അവരെ പിന്നെ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തിൽ കൈകാര്യം ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പോയിന്റ് ഇങ്ങനെയാണ്. എന്താണ് പോസ്റ്റ് കൊളോണിയൽ തിയറി എന്ന് പറയുന്നത്? വാട്ട് ഈസ് പോസ്റ്റ് കൊളോണിയൽ തിയറി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് ആൻസർ പറയേണ്ടത്. എന്താണ് ഒരു പോസ്റ്റ് കൊളോണിയൽ തിയറി? ഒന്ന് വായിച്ചേ. പോസ്റ്റ് കൊളോണിയൽ തിയറി ഈസ് എ മെത്തേഡ് ഓഫ് ഇന്റർപ്രിറ്റിംഗ്, റീഡിംഗ് ആൻഡ് ക്രിറ്റിക്കലി ഇവാലുവേറ്റിംഗ് ദ കൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് കൊളോണിയലിസം. എന്താ പറഞ്ഞത്? അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ തിയറി അതൊരു മെത്തേഡാണ്. ഇന്റർപ്രറ്റിംഗ്, ആഖ്യാനങ്ങളുടെ ഒരു മെത്തേഡാണ്. റീഡിങ്, വായനയുടെ. ആൻഡ് ക്രിറ്റിക്കലി ഇവാലുവേറ്റിംഗ്, അതോടൊപ്പം തന്നെ പിന്നെ ക്രിട്ടിക്കലായി മൂല്യം കൽപ്പിക്കുക. ക്രിറ്റിക്കലി ഇവാലുവേറ്റിംഗ് ദ കൾച്ചറൽ പ്രാക്ടീസസ്, സാംസ്കാരിക പ്രാക്ടീസുകൾ ഓഫ് കൊളോണിയലിസത്തിൻ്റെ. ദാറ്റ് മീൻസ് കൊളോണിയലിസം കൊണ്ട്
ഒരു രാജ്യത്തെ കൊളോണിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഹെജിമണി അല്ലേ, ആധിപത്യം സ്ഥാപിക്കലാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ പേര് മറ്റു രാഷ്ട്രങ്ങൾ ആധിപത്യം സ്ഥാപിക്കലാണല്ലോ. അപ്പോൾ അവിടെയുള്ള കൊളോണിയലിസത്തിൻ്റെ കൾച്ചറൽ പ്രാക്ടീസുകളെയും ഒക്കെയാണ് ഇതിൽ ചർച്ചാ വിഷയം. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് പോസ്റ്റ് കൊളോണിയൽ തിയറി എന്ന മെത്തേഡ്? അതൊരു ആഖ്യാനങ്ങളുടെ, വായനകളുടെ, പിന്നെ കൾച്ചറൽ പ്രാക്ടീസുകളുടെ ക്രിട്ടിക്കലി ഇവാലുവേറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു മെത്തേഡായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? പോസ്റ്റ് കൊളോണിയൽ തിയറിയെ കൺസിഡർ ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഇനി ഇതിൽ പ്രപ്പോസ് ചെയ്യുന്നത് എന്താ നോക്കാം. ഈ പോസ്റ്റ് കൊളോണിയൽ തിയറിയിൽ കമാൺ, ഇറ്റ് പ്രപ്പോസസ് ദാറ്റ് ദ എക്സർസൈസ് ഓഫ് കൊളോണിയൽ പവർ ഈസ് ഓൾസോ ദ എക്സർസൈസ് ഓഫ് റേഷ്യലി ആൻഡ് കൾച്ചറലി ഡിറ്റർമൈൻഡ് പവർ. എന്താ പറഞ്ഞത്? അപ്പം എന്താ പറഞ്ഞത്? ഈ ഒരു ഇറ്റ് പ്രപ്പോസസ് ദാറ്റ് അല്ലേ, ഈ ഒരു കൊളോണിയൽ ശക്തി പ്രയോഗിക്കുന്നത് വംശീയവും സാംസ്കാരികവുമായ നിർണായക ശക്തിയുടെ എക്സർസൈസുകൾ, അഭ്യാസമാണെന്ന് ഇത് നിർദ്ദേശിക്കുന്നു. ഇത് പ്രപ്പോസ് ചെയ്യുന്നത് ദാറ്റ് ദ എക്സർസൈസ് ഓഫ് കൊളോണിയൽ പവർ, ഈ കൊളോണിയൽ പവറിൻ്റെ അഭ്യാസങ്ങൾ ഈസ് ഓൾസോ ദ എക്സർസൈസ് ഓഫ് റേഷ്യലി ആൻഡ് കൾച്ചറൽ ഡിറ്റർമൈൻഡ് പവർ എന്ന് പറഞ്ഞാൽ വംശീയവും സാംസ്കാരികവുമായ നിർണായക ശക്തിയുടെ അഭ്യാസമാണെന്ന് ഇത് നിർദ്ദേശിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, ആ രാജ്യത്ത് പിന്നെ ഹെജിമണി ഇല്ലാത്ത, ആധിപത്യമില്ലാത്ത, പിന്നെ വളരെ ലോ ഇൻകമുള്ള രാഷ്ട്രത്തിന് മേൽ മറ്റ് ഹെജിമണിയുള്ള ഒരു രാഷ്ട്രം ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന സാംസ്കാരികവും ഒക്കെയുള്ള കൾച്ചറലായിട്ടുള്ള അഭ്യാസങ്ങൾ, എക്സർസൈസുകൾക്കാണ് പിന്നെ ഇതുകൊണ്ട് പ്രപ്പോസ് ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ ഗായ്സ്, ഇനി ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്സ് ഉണ്ട്, നിരൂപകർ, അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. ഒന്ന് വായിച്ചോളൂ. കമാൺ. പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്സ് ക്വസ്റ്റ്യൻ ദ യൂണിവേഴ്സലിസം ഓഫ് വെസ്റ്റേൺ ലിറ്ററേച്ചർ. ശ്രദ്ധിച്ചാൽ വെസ്റ്റേൺ ലിറ്ററേച്ചറിൻ്റെ യൂണിവേഴ്സലിസത്തെയാണ് പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്സ് ചോദ്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സാഹിത്യങ്ങളുടെ, വെസ്റ്റേൺ ലിറ്ററേച്ചർ മീൻസ് പാശ്ചാത്യ സാഹിത്യങ്ങൾ, അതിൻ്റെ യൂണിവേഴ്സലിസം, അതിൻ്റെ സർവാധിപത്യങ്ങളെയാണ്, ആ പാശ്ചാത്യ സാഹിത്യങ്ങൾക്കുള്ള സർവാധിപത്യം അത് മറ്റു രാഷ്ട്രങ്ങൾക്ക് കൊടുക്കുന്നില്ല, അതിനെയാണ് പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്സ് ചോദ്യം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ആൻഡ് ഷോസ് ഇറ്റ്സ് ഇനബിലിറ്റി ടു റിയാക്ട് അക്രോസ് കൾച്ചറൽ ആൻഡ് റേഷ്യൽ ബൗണ്ടറീസ്. കണ്ടാ, പിന്നെ ഇത് ഈ പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്സ് ചോദ്യം ചെയ്യുന്നതാണ്. ആൻഡ് ഷോസ്, അവർ കാണിക്കുകയും ചെയ്യുന്നു, ഇറ്റ്സ് ഇനബിലിറ്റി, അതിൻ്റെ കഴിവില്ലായ്മ, ടു റിയാക്ട് അക്രോസ് കൾച്ചറൽ ആൻഡ് റേഷ്യൽ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ സാംസ്കാരികവും വംശീയപരമായ ബൗണ്ടറീസിനെ അതിർത്ത് വരമ്പ് കടന്നുകൊണ്ട് അതിനെ റിയാക്ട് ചെയ്യാനുള്ള കഴിവില്ലായ്മ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു രാഷ്ട്രത്തെ, ഒരു ലിറ്ററേച്ചറിനെ ഇങ്ങനെ എന്ത് ചെയ്യുമ്പോൾ, അതിനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള കഴിവില്ലായ്മയെയുമാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈ പോസ്റ്റ് കൊളോണിയലിസം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, അവർ ഉയർത്തിക്കാട്ടുന്ന സംഗതി നോക്കാം. എന്ന് വെച്ചോ, പോസ്റ്റ് കൊളോണിയലിസം പോയിന്റ്സ് ഔട്ട് ദാറ്റ് ലിറ്ററേച്ചർ ഈസ് ഓഫൺ സൈലന്റ് എന്നാണ് പറയുന്നത്. സാഹിത്യങ്ങൾ പലപ്പോഴും നിശബ്ദരാണ്, വോയിസ്ലെസ് ആണ്. എബൌട്ട് കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം, സാമ്രാജ്യത്വങ്ങളെയും കൊളോണിയലിസത്തെയും കുറിച്ച് വാ തുറക്കാൻ അവർക്ക് കഴിയുന്നില്ല. ദാറ്റ് മീൻസ് ഈ പോസ്റ്റ് കൊളോണിയലിസം ഉയർത്തി കാണിക്കുന്ന സംഗതി, സാഹിത്യങ്ങളൊന്നും ആർക്കെതിരെ ഒന്നും മിണ്ടുന്നില്ല. കൊളോണിയലിസത്തിനെതിരെയോ ഇംപീരിയലിസത്തിനെതിരെയോ എന്ന് ആരും പിന്നെ ഉരിയാടുന്നില്ല, സാഹിത്യങ്ങളൊന്നും ഉരിയാടുന്നില്ല എന്നാണ് പോസ്റ്റ് കൊളോണിയലിസം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ. ഇനി വൈകോ, ഇറ്റ് സ്ട്രെസ്സസ്, ഇറ്റ് മീൻസ് പോസ്റ്റ് കൊളോണിയലിസം അത് സ്ട്രെസ് ചെയ്യുന്നത്, അത് ഉയർത്തി കാണിക്കുക, അത് സമ്മർദ്ദം ചെലുത്തുന്നത്, ഇറ്റ് സ്ട്രെസ്സസ് കൾച്ചറൽ ഡിഫറൻസാണ്, സാംസ്കാരികപരമായ വ്യത്യാസങ്ങൾ, ആൻഡ് ഡൈവേഴ്സിറ്റി ഫൗണ്ട് ഇൻ റെലവൻറ്റ് ടെക്സ്റ്റ്, വൈവിധ്യങ്ങൾ. അപ്പോൾ സാംസ്കാരികപരമായ ഡിഫറൻസുകളും ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുമാണ് ഫൗണ്ട് ഇൻ റെലവൻറ്റ് ടെക്സ്റ്റ്, റെലവൻ്റായ ടെക്സ്റ്റുകളിൽ കാണുന്ന ഡൈവേഴ്സിറ്റിയെയും കൾച്ചറൽ ഡിഫറൻസിനെയുമാണ് ഈ പോസ്റ്റ് കൊളോണിയലിസം എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് ചെയ്ത് പറയുന്നത്.
മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് പറഞ്ഞത്, ഒന്ന് വായിച്ചോളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വൺ ക്യാൻ ബിലോങ് ടു മോർ ദാൻ വൺ കൾച്ചർ. വൺ ക്യാൻ, ഒരാൾക്ക് സാധിക്കും എന്തിന്? ബിലോങ് ടു മോർ ദാൻ വൺ കൾച്ചർ. ഒരു സംസ്കാരത്തെ മുറുകെ പിടിക്കുന്നതിനേക്കാളും ഒരുപാട് സംസ്കാരങ്ങളുടെ ആളാകുവാൻ സാധിക്കും. ഒന്നിലധികം സംസ്കാരങ്ങളുടെ ആളാവാൻ ഒരാളെ കൊണ്ട് സാധിക്കും. അതിന് പറയുന്ന പേരാണ് ദിസ് മേ ബി കാൾഡ് കൾച്ചറൽ ഹൈബ്രിഡിറ്റി. ഇതിന് പറയുന്നതാണ് കൾച്ചറൽ ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചറൽ ഹൈബ്രിഡിറ്റി എന്ന് പറഞ്ഞാൽ വൺ ക്യാൻ ബിലോങ് ടു മോർ ദാൻ വൺ കൾച്ചർ. ഒരു സംസ്കാരത്തിനപ്പുറം പല സംസ്കാരങ്ങൾ പേറുന്ന ആൾക്ക് പറയുന്നതാണ് കൾച്ചറൽ ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. സാംസ്കാരിക ദ്വിത്വം, അല്ലേ? ഒന്നിലധികം സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാണ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നോക്കൂ. ദ യൂണിവേഴ്സലിസം ഓഫ് വെസ്റ്റേൺ ലിറ്ററേച്ചർ. നേരത്തെ പറഞ്ഞു പാശ്ചാത്യ സാഹിത്യങ്ങളുടെ സർവാധിപത്യം, ആ യൂണിവേഴ്സലിസം അത് മിയർലി സപ്പോർട്ട്സ്, അത് കേവലം സപ്പോർട്ട് ചെയ്യുന്നത് ആരെ മാത്രമാണ്? വൈറ്റ്, വെള്ളക്കാരെ മാത്രമാണ്. യൂറോസെൻട്രിക്, യൂറോപ്പിലെ ആളുകളെയാണ്. ഐഡിയാസ്, യൂറോസെൻട്രിക് ഐഡിയാസ്, ദാറ്റ് മീൻസ് യൂറോപ്പിലെ ആളുകളിലുള്ള ആശയങ്ങളെയാണ്. അതർ ഐഡിയാസ് ആർ ട്രീറ്റഡ് ആസ് സബ്സിഡിയറി ആൻഡ് മാർജിനലൈസ്ഡ്. കണ്ടോ? അപ്പോൾ ഇതാണ് വെസ്റ്റേൺ ലിറ്ററേച്ചർ കേവലം സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? വെള്ളക്കാരെയും യൂറോസെൻട്രിക് ഐഡിയാസിനെയും. മറ്റ് ആശയക്കാർ, അതർ ഐഡിയാസ്, ഇവരല്ലാത്ത മറ്റു ആശയങ്ങൾ പറയുന്ന ആളുകൾ ആർ ട്രീറ്റഡ്, അവരെ പരിഗണിക്കുന്നത് ആസ് സബ്സിഡിയറി, രണ്ടാം തരക്കാരായിട്ടും, ആൻഡ് മാർജിനലൈസ്ഡ്, ദാറ്റ് മീൻസ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. അവർ ഒരു മാർജിൻ്റെ അപ്പുറത്തുള്ളവരുമായിട്ടാണ് ഇവർ കാണുന്നത്. ഇതും എന്താ പറയുക, വെസ്റ്റേൺ ലിറ്ററേച്ചർ യൂണിവേഴ്സലിസത്തിൻ്റെ ഒരു പോരായ്മയാണ്. ഇതിനെയും ആര് ചോദ്യം ചെയ്യുന്നു? പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. യു അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് മറ്റൊന്ന് വായിക്കാം. എല്ലാവരും ശ്രദ്ധിക്കൂ. പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം ട്രേസസ് 2 സ്റ്റേജസ്. കണ്ടോ? അപ്പോൾ 2 സ്റ്റേജുകൾ, 2 ഘട്ടങ്ങളെ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം ട്രേസ് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായല്ലോ പറഞ്ഞത്? പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം 2 ഘട്ടങ്ങളെ മറികടക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് 2 ഘട്ടം? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്ന് വായിച്ച് എല്ലാവരും. കമാൺ. The first stage is the one in which post-colonialism criticizes the Western portrayal of colonial countries for its prejudices and limitations. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തിന് തരണം ചെയ്യാനുള്ള 2 സ്റ്റേജിൽ ഒന്നാമത്തത് ഈസ് ദ വൺ, അത് ഒന്നാണ്, ഒരാളാണ്. ഇൻ വിച്ച് പോസ്റ്റ് കൊളോണിയലിസം ക്രിറ്റിസൈസസ്, കൊളോണിയലിസത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ദ വെസ്റ്റേൺ പോർട്രയൽ ഓഫ് കൊളോണിയൽ കൺട്രീസ്, കോളനി കൺട്രീസിൻ്റെ പാശ്ചാത്യ ചിത്രീകരണങ്ങൾ, ഫോർ ഇറ്റ്സ് പ്രീജുഡൈസസ്, അതിവരുടെ മുൻവിധികൾ, മുൻധാരണകൾ, ദാറ്റ് മീൻസ് അവരുടേത് മാത്രമാണ് ശരിയെന്നും മറ്റുള്ളതൊക്കെ ശരിയല്ല എന്നുമുള്ള പ്രീജുഡൈസസ് ആൻഡ് ലിമിറ്റേഷൻസ്, പരിമിതികളെയുമാണ് ഒന്ന് ട്രേസ് ചെയ്യേണ്ടത്, ഒന്ന് അവർക്ക് തരണം ചെയ്യേണ്ടത്. അതാണ്. 2, the second stage is the one in which post-colonial writers speak of themselves and their society. അഥവാ പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് സംസാരിക്കുന്നത് ഓഫ് ദംസെൽസ്, അവരെക്കുറിച്ച് മാത്രമാണ്, ആൻഡ് ദെയർ സൊസൈറ്റി, അവരുടെ സമൂഹത്തെക്കുറിച്ച് മാത്രമാണ്. മറ്റൊരു ആളുകളെക്കുറിച്ചോ മറ്റൊരു സൊസൈറ്റിയെക്കുറിച്ചോ ആര് സംസാരിക്കുന്നില്ല? പോസ്റ്റ് കൊളോണിയലിസം റൈറ്റേഴ്സ് സംസാരിക്കുന്നില്ല. ഇതിനെയും ട്രൈസ് ചെയ്യേണ്ടതുണ്ട് ആർക്ക്? പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം. ഓക്കെ, ഗുഡ്. ഓക്കെ ഗൈസ്, അറ്റ് ദ സെയിം ടൈം ഫ്രാൻസ് ഫാനോൺ 2 കാര്യം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അഥവാ കൊളോണൈസ്ഡ് പീപ്പിളിനെ, കോളനിവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ അവരുടെ ഐഡൻറ്റിറ്റിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അവരുടെ ഐഡൻറ്റിറ്റിയെ കണ്ടെത്താൻ ഫ്രാൻസ് ഫാനോൺ 2 കാര്യം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കുമല്ലോ. കമോൺ. അക്കോർഡിംഗ് ടു ഫ്രാൻസ് ഫാനോൺ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ കൊളോണൈസ്ഡ് പീപ്പിൾ, കോളനിവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ അവരുടെ ഐഡൻറ്റിറ്റിയെ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് ആരുടെ അഭിപ്രായത്തിൽ? ഫ്രാൻസ് ഫാനോയുടെ അഭിപ്രായത്തിൽ, to find out their identity, it is to reclaim their own past. അത്രയേ ഉള്ളൂ ആൻസർ. എന്ത്?
റിക്ലൈം ദെയർ ഓൺ പാസ്റ്റ്, അവരുടെ പാസ്റ്റിനെ റിക്ലൈം ചെയ്യുക. റിക്ലൈം ചെയ്യുക പറഞ്ഞാൽ വീണ്ടെടുക്കുക എന്നർത്ഥം. അപ്പോൾ അവരുടെ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതോടുകൂടി അവർക്കൊരു ഐഡൻറ്റിറ്റി കിട്ടും, കൊളോണിയലിസ്റ്റ്. 2, the second one is to begin to erode the colonialist ideology. കൊളോണിയലിസ്റ്റ് ഐഡിയോളജിയെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക? എറോഡ് ചെയ്യുക. എറോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെല്ലെ 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 ഇങ്ങനെ ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക എന്നർത്ഥം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ബൈ വിച്ച് ദെയർ പാസ്റ്റ് ഹാഡ് ബീൻ ഡീവാല്യൂഡ്. അവരുടെ പാസ്റ്റിനെ ഡീവാല്യൂ ചെയ്യപ്പെട്ട് കഴിഞ്ഞല്ലോ, മൂല്യമില്ലാതെയാക്കി, വില കുറച്ച് കാണിച്ചല്ലോ. അപ്പോൾ അതുപോലെ ഇവരുടെയും കാര്യങ്ങളെ, കൊളോണിയലിസ്റ്റ് ഐഡിയോളജിയുള്ള ആളുകളെ അവരുടെ പാസ്റ്റുകളെ, അവരുടെ കാര്യങ്ങളൊക്കെ ഡീവാല്യൂ ചെയ്തുകൊണ്ട്, ഇല്ലാതെയാക്കിക്കൊണ്ട് പതുക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവരുടെ പാസ്റ്റിനെ റീക്ലെയിം ചെയ്യുക, വീണ്ടെടുക്കുക. 2, ഇവരുടെ ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? 1, എറോഡ് ചെയ്യുക, പതുക്കെ നശിപ്പിക്കുക. ഇതാണ് 2 കാര്യം ആര് മുന്നോട്ട് വെക്കുന്ന? ഫ്രാൻസ് ഫാനൻ. എന്തിന്? അവരുടെ ഐഡൻറ്റിറ്റിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഗോട്ട് ഇറ്റ്? ഗോട്ട്. ഓക്കെ ഗൈസ്, അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് യൂറോപ്യൻ ലാംഗ്വേജസിൻ്റെ, യൂറോപ്യൻ ഭാഷകളുടെ ഡൊമിനേഷൻ, യൂറോപ്യൻ ഭാഷകൾക്കുള്ള ആധിപത്യങ്ങൾക്ക് എതിരെ പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് പ്രതികരിക്കുന്നുണ്ട്. പറഞ്ഞത് യൂറോപ്യൻ ഭാഷകൾക്കാണല്ലോ ഡൊമിനേഷൻ, ആധിപത്യമുള്ളത്. അത്തരം ആധിപത്യങ്ങൾക്ക് എതിരെ പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് റിയാക്ട് ചെയ്യുന്ന രീതി എങ്ങനെ നോക്കാം? ഒന്ന് വായിക്കോ. കമോൺ. സം റൈറ്റേഴ്സ്, ചില എഴുത്തുകാർ, എംബ്രൈസ്ഡ് ദെയർ ഓൺ നാറ്റീവ് ലാംഗ്വേജസ്, അവരുടെ പ്രാദേശിക ഭാഷകളെ പുൽകി. ദാറ്റ് മീൻസ് അവർ ഫോറിൻ ലാംഗ്വേജിനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ തമിഴന്മാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആയിട്ട് കാണുന്നത് തന്നെയാണ് അവിടെ തമിഴാണ്, അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ നാറ്റീവ് ലാംഗ്വേജ്, പ്രാദേശിക ഭാഷയെ ചില എഴുത്തുകാർ എംബ്രേസ് ചെയ്തു. ഉദാഹരണം നോക്കൂ. ങ്കുഗി വാസിയോങ് ഉണ്ടാ, ഈ എഴുത്തുകാരൻ അവരുടെ ഭാഷ എംബ്രേസ് ചെയ്തു, മറ്റു ഫോറിൻ ഭാഷയെ തിരസ്കരിച്ചു. ഇങ്ങനെയാണ് ഡോമിനൻ്റ് ഭാഷയായ യൂറോപ്യൻ ലാംഗ്വേജിനെതിരെ പ്രതികരിച്ചത്. അതേഴ്സ്, മറ്റു ചില എഴുത്തുകാർ നാറ്റീവൈസ്, അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവർ നാറ്റീവൈസ് ചെയ്യാറിനാൽ പ്രാദേശിക ഭാഷയിലേക്ക് കൊണ്ടുവരിക. നാറ്റീവൈസ് ദ ഡോമിനൻ്റ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റായ ആധിപത്യമുള്ള ഭാഷകളെ സ്വന്തം ഭാഷകളിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. സീക്ക് എ മോർ ഹൈബ്രിഡ് നേച്ചർ ഫോർ ലാംഗ്വേജ് ഐഡൻറ്റിറ്റി. അപ്പോൾ ആ ഭാഷകൾക്ക് എന്ത് കിട്ടാൻ തുടങ്ങി? ഹൈബ്രിഡ് നേച്ചർ. ദാറ്റ് മീൻസ് ദ്വിതീയ പ്രകൃതം. ഹൈബ്രിഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ ദ്വിതീയ പ്രകൃതം, 2 പ്രകൃതം കിട്ടാൻ തുടങ്ങി. ഉദാഹരണം ഡെറിക് വാൽക്കോട്ടിൻ്റെ എഴുത്തുകൾ, സൽമാൻ റുഷ്ദിയുടെ എഴുത്തുകൾ, എക്സെട്രാസ്. അപ്പോൾ ഇവരൊക്കെ എന്താണ്? മറ്റു ഭാഷയിലെ എഴുത്തുകളെ സ്വന്തം ഭാഷയിലേക്ക് നാറ്റീവൈസ് ചെയ്യാൻ ശ്രമിച്ചവരാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് യൂറോപ്യൻ ലാംഗ്വേജസിൻ്റെ ഡൊമിനേഷനെ, ദാറ്റ് മീൻസ് അവരുടെ ആധിപത്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയ പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് ചെയ്തത് ഇങ്ങനെയാണ്. അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഒന്ന് സ്പീഡിൽ വായിച്ചു പോകാം. എല്ലാവരും ശ്രദ്ധിച്ച്. കമോൺ. പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം എമേർജ്ഡ് ആസ് എ ഡിസ്റ്റിങ്ക്റ്റ് കാറ്റഗറി. ഒരു വ്യത്യസ്തമായ ഡിസ്റ്റിങ്ക്റ്റ് കാറ്റഗറി ആയിട്ടാണ് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം എമേർജ്ഡ്, ഉയർന്നു വന്നത്. അപ്പോൾ ഇതുവരെ കണ്ട ഒരു ക്രിട്ടിക്കൽ ടേം ആയിട്ടല്ല പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം എമേർജ് ചെയ്തത്. ഓൺലി ഇൻ ദ 1990s, 90s മാത്രം കേട്ടോ. അപ്പോൾ ഒരു വ്യത്യസ്തമായ കാറ്റഗറി ആയിട്ടാണ് ഇത് ഉയർന്നു വന്നത്. ഇറ്റ് ഗെയിൻഡ് കറൻസി ത്രൂ ദ ഇൻഫ്ലുവൻസ് ഓഫ് സച്ച് ബുക്സ്. അത് ചില പുസ്തകങ്ങളിൽ, സച്ച് ബുക്സ് എന്ന് പറഞ്ഞില്ല, കുറച്ച് പുസ്തകം താഴെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം പുസ്തകങ്ങളുടെ ഇൻഫ്ലുവൻസ്, സ്വാധീനം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്? പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തിന് ഗെയിൻഡ് കറൻസി, അതിനെന്ത് കിട്ടിയത്? ചില ഒരു പ്രചാരം നേടാൻ കഴിഞ്ഞത്. ഓക്കെ, ഏതൊക്കെയാണ് പുസ്തകം? 1, ഇൻ അതർ വേൾഡ്സ്, ഗായത്രി സ്പിവാക് 1987, ദ എംപയർ റൈറ്റ്സ് ബാക്ക്, ബിൽ അഷ്കോട്ട് 1989, നേഷൻ ആൻഡ് നരേഷൻ, ഹോമി ഭാഭ 1990, and Culture and Imperialism, Edward Said 1993,
An important text, an important text in establishing the theory and practice in this field of study was Orientalism. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ പറഞ്ഞല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഒരു തിയറി, ഏത് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസം എന്ന തിയറിയെ ഏറ്റവും ഉദാത്തമായി കണ്ടത്, ഇമ്പോർട്ടൻ്റ് ടെക്സ്റ്റ് അതേത് മാത്രമാണ്? ഓറിയൻ്റലിസമാണ്. ഏതാണ്? ഓറിയൻ്റലിസം. written by 1978, published by 1978. 78 എഴുതപ്പെട്ട ഓറിയൻ്റലിസം ആരാണ്? ബൈ ദ പലസ്തീനിയൻ അമേരിക്കൻ സ്കോളർ എഡ്വാർഡ് സെയ്ദ്. കണ്ടോ? അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസത്തിൻ്റെ ഏറ്റവും ആധികാരികമായ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ഓറിയൻ്റലിസം എന്നുള്ളതാണ്. 78 പബ്ലിഷ് ചെയ്ത ആരെഴുതിയതാണ്? പലസ്തീനിയൻ അമേരിക്കൻ പണ്ഡിതനായ എഡ്വാർഡ് സെയ്ദ്. അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഇനി വായിക്കൂ. Some scholars extend the scope of this branch of criticism. ഈ ഒരു ബ്രാഞ്ച് ഓഫ് ക്രിറ്റിസം, ദാറ്റ് മീൻസ് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസം എന്ന് പറയുന്ന ഈ ഒരു സാധനം, അതിൻ്റെ സ്കോപ്പിനെ, അതിൻ്റെ സാധ്യതയെ എക്സ്റ്റെൻഡ് ചെയ്തു, നീട്ടിക്കൊടുത്തു. ആര്? സം സ്കോളേഴ്സ്, ചില പണ്ഡിതന്മാർ, ചില എഴുത്തുകാർ. എവിടേക്ക്? ടു ദ ലിറ്റററി ആൻഡ് കൾച്ചറൽ പ്രൊഡക്ഷൻസ്, സാഹിത്യ സാംസ്കാരിക നിർമ്മാണങ്ങളിൽ ഓഫ് കൺട്രീസ് സച്ചാസ് ഓസ്ട്രേലിയ പോലെയുള്ള, കാനഡയെ പോലെയുള്ള ആൻഡ് ന്യൂസിലൻഡ്, ഓക്കെ, which achieved independence much earlier than the third world countries. തേർഡ് വേൾഡ് കൺട്രീസിനേക്കാളും മുമ്പേ അവരെന്ത് ചെയ്തിട്ടുണ്ട്? സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളാണ് ഓസ്ട്രേലിയ, കാനഡ ആൻഡ് ന്യൂസിലൻഡ്. കേട്ടോ? അപ്പോൾ ഇവരുടെ കൾച്ചറിലേക്കും ഇവരുടെ ലിറ്റററിയിലേക്കും അതിനെ നീട്ടിക്കൊടുക്കാൻ ചില പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ ഗൈസ്, റീഡ് ഓൺ. ഇനി വായിക്കൂ. ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറയാൻ പോകുന്നത്. എ മേജർ എലമെൻറ്റ് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ അജണ്ട. ആ പോസ്റ്റ് കൊളോണിയൽ അജണ്ടയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈസ് ടു ഡിസ്എസ്റ്റാബ്ലിഷ് യൂറോസെൻട്രിക് നോംസ് ഓഫ് ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വാല്യൂസ്, അഥവാ സാഹിത്യപരവും കലാപരവുമായ മൂല്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ മാതൃകകളെയും ചിന്താഗതികളെയും പരമാവധി ഡിസ്എസ്റ്റാബ്ലിഷ് ചെയ്യുക, അകറ്റി നിർത്തുക എന്നുള്ളതും, ആൻഡ് ടു എക്സ്പാൻഡ് ദ ലിറ്റററി കാനൺ ടു ഇൻക്ലൂഡ് കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ്. എന്നിട്ട് അതിന് പകരം എന്ത് ചെയ്യുക? അകറ്റി നിർത്തി പോസ്റ്റ് കൊളോണിയൽ സമീപനത്തിലെ ഒരു പ്രധാന ഘടകം എന്ത് ചെയ്യലാണ്? അകറ്റി നിർത്തുകയും അതേസമയം കൊളോണിയൽ, പോസ്റ്റ് കൊളോണിയൽ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കുക എന്നതും ഇവരുടെ ഒരു സമീപനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഇവർക്ക് രണ്ട് ലക്ഷ്യമാണുള്ളത്. ഒന്ന്, യൂറോസെൻട്രിക് നോംസിനെയും ലിറ്ററേച്ചറിനെയും ഒന്ന് ഡിസ്എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റൊന്ന് കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സിൻ്റെ പുസ്തകങ്ങളെ ഇവർക്ക് കൂടുതൽ വാല്യൂ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മേജർ എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കൂ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കൂ. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ബ്രിട്ടൻ, അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ ദർ ഇസ് ആൻ ഇൻക്രീസിംഗ്ലി സക്സസ്ഫുൾ മൂവ്മെൻറ്റ്. അവിടെ ഒരു കൂടുതൽ സക്സസ്ഫുള്ളായ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അമേരിക്കയിലും ബ്രിട്ടനിലും നടക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ടു ഇൻക്ലൂഡ്, ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇൻ ദ സ്റ്റാൻഡേർഡ് അക്കാഡമിക് കരിക്കുല. അപ്പോൾ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും സ്റ്റാൻഡേർഡ് അക്കാഡമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് നടക്കുന്നുണ്ട് അമേരിക്കയിലും ബ്രിട്ടനിലും. എന്ത്? ദ ബ്രില്യൻ്റ് ആൻഡ് ഇന്നോവേറ്റീവ് നോവൽസ്, ഏറ്റവും ബ്രില്യൻറ്റുമായ ഇന്നോവേറ്റീവായ നോവൽസ്, പോംസ്, കവിതകൾ, പ്ലേസ്, നാടകങ്ങൾ ബൈ സച്ച് പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ്. ആരെഴുതിയ? പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് എഴുതിയ നാടകങ്ങളും കവിതകളും നോവലുകളും അത് ഇന്നോവേറ്റീവ് ആണെങ്കിൽ, ബ്രില്യൻ്റ് ആണെങ്കിൽ അത് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും അക്കാഡമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജസ്, അഥവാ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കുന്ന. ആസ് ദ ആഫ്രിക്കൻസ്, ആഫ്രിക്കക്കാരായ ആളുകളെ പോലെയുള്ള ലൈക്ക് ചിനുവ അച്ചീബി. ആരാണ്? ചിനുവ അച്ചീബി ആൻഡ് വോൾ സോയിങ്ക. The Caribbean islanders like V.S. Naipaul and Derek Walcott, and the others from the Indian subcontinent like G.V. Deshani and Salman Rushdie. അപ്പോൾ ഇവരെ പോലെയുള്ള ആളുകളുടെ എഴുത്തുകൾ എന്തിൽ കൊണ്ടുവരിക? അമേരിക്കയിലെയും ബ്രിട്ടനിലെയും സ്റ്റാൻഡേർഡ് അക്കാഡമിക് കരിക്കുലത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു സക്സസ്ഫുൾ മൂവ്മെൻറ്റിൽ പെട്ടതാണ്. യു അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പോസ്റ്റ് കൊളോണിയൽ
ക്രിറ്റിസിസത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഗാന്ധിജി എങ്ങനെയാണ് ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളിൽ ഉൾപ്പെട്ടത്. അപ്പോൾ വൽക്കരണ പോരാട്ടങ്ങൾക്ക് പിന്നെ കൂടെ ആരുണ്ടായിരുന്നു അല്ലേ? ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിയാക്കി വെച്ചപ്പോൾ അവർക്കെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ആര്? ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജിയുടെ ഇടപെടൽ, ഗാന്ധിജി എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നൊക്കെയുള്ള പിന്നെ ചരിത്രപരമായ സത്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഇന്ന് ഇത്രയും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മനോഹരമായി കേൾക്കുക. ഡൗട്ട്സുകൾ നിങ്ങൾ ചോദിക്കുക. എല്ലാവർക്കും സുന്ദരമായൊരു പ്രഭാതം നേരുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.